ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ ഇവിടെ ഒറ്റക്കാണ്. സാധാരണ വീഡിയോ എടുക്കുന്നത് അമ്മക്ക് വയ്യ, അപ്പോൾ അമ്മയുടെ കിടന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു മിഠായി അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരുന്നത്. ചാച്ചൻ്റെ കൂട്ടുകാരൻ, ചാച്ചൻ്റെ മാനേജർ ഒരു അണ്ണൻ ഉണ്ട്. ആ അണ്ണൻ കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ഇതൊക്കെ അൺബോക്സ് ചെയ്യാൻ വീഡിയോയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഈ മിഠായി അൺബോക്സ് ചെയ്യാം. ഇത് അൺബോക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി പൊട്ടിയിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഇതൊന്ന് പൊട്ടിച്ച് നോക്കിയതായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് കുറേ ഉണ്ട്. ഞാൻ അടുത്ത് കാണിച്ചു തരാം. കുറേ കളർ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് പേരെടുക്കാം. ഈ പച്ച ഒരു എല്ലയുടെ ഒക്കെ ഷേപ്പിലാണ് വന്നിങ്ങനെ നോക്കാം. നല്ല കട്ടിയുണ്ട്. അതിനുള്ളിലൊരു സിറപ്പ് നമുക്ക് ഒന്ന് സാധനം കൊടുത്തു നോക്കാം. സാധനം നമുക്ക് പച്ചനെ കൊടുക്കാം. ഗൈസ് കുഴപ്പമില്ല, ഓക്കെയാണ് ഗൈസ്. ഭയങ്കര ചുയ്യാണ്, പിന്നെ സിറപ്പുണ്ട് ഗൈസ്. നമുക്ക് മാറ്റി വെക്കാം. ഇതാണ് നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. കൊക്കോക്കോളയുടെ സീറ്റിലുള്ള ഇത് നമ്മൾ കുറേ തിന്നണമെന്ന് ആഗ്രഹിച്ചാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ കണ്ടിട്ടുള്ളതാണ് വീഡിയോ ഒക്കെ. നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്, കണ്ടോ കൊക്കോക്കോളയുടെ ഷേപ്പ്. ഇത് നോക്കാം. കൊക്കോക്കോളയുടെ ടേസ്റ്റ് തന്നെ. നമ്മുടെ അമ്മ സൈഡിൽ വന്നിരുന്ന് മുട്ടായി പൊട്ടിക്കണമെന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ബെഡിന്ന് ഓടിങ്ങ് വന്ന് സായോന്ന് കൊടുത്തു നോക്കാം. നമ്മൾ നോക്കിയിട്ടുണ്ട്. കൊക്കോള ടേസ്റ്റ് മാറ്റൊന്നുമില്ല. കുറച്ച് കട്ടിയായി ഫ്രിഡ്ജ് വെച്ചേക്കണ പിന്നെ കുറച്ച് കട്ടിയുണ്ട്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല, സംഭവം സെറ്റാണ്. നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഈ സാധനം. നമുക്ക് അടുത്ത മിഠായിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ ബർത്ത്ഡേയുടെ വ്ളോഗിൻ്റെ തേർഡ് പാർട്ടിലെന്തോ മിഠായി പൊട്ടിക്കണം ഒരു ഇതുണ്ടായിരുന്നു. അതിൽ ന്യൂപ്പേഴ്സ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയല്ല, ഇതിൻ്റെ ഒരു മുട്ട പോലത്തെ ഷേപ്പുള്ള അത് നല്ലതായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇതിൽ കുറേ പാക്കറ്റ് ആയിട്ടാണ്. ഇതിനകത്ത് കുറച്ച് മിഠായി മിസ്സിങ് ഉള്ള പോലെ നിനക്ക് തോന്നുന്നില്ല ഗൈസ്. 15 ഉണ്ട്, പക്ഷെ ഇത് എത്ര ഗൈസ്. ഇവിടെ ഒരു ആളുണ്ട് ഗൈസ്, ഞങ്ങളുടെ ബിസ്ക്കറ്റും മിഠായിയൊക്കെ എടുത്ത് തിന്നുന്ന ആള്. അയാളെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ ഗൈസ്. അയാൾ തന്നെ എടുത്ത് തിന്നതാണ്. പനിയായിട്ട് അവിടെ കിടക്കുമായിരുന്നു. എന്നിട്ട് താണ്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് കൊക്കോക്കോളയുടെ മിഠായി തിന്നോണ്ടിരുന്നു. ചവക്കുന്ന ശബ്ദം ഇവിടെ വരെ കേൾക്കാം. അപ്പൊ നമുക്കിത് പൊട്ടിച്ചു നോക്കാം. ഇതൊരു വേഫറാണ്. അടിയിൽ ചോക്ലേറ്റ്, ഇതിൻ്റെ ഇടയിൽ മിൽക്ക് ചോക്ലേറ്റ്, അതിൻ്റെ ഇടയിൽ ഡാർക്ക് ചോക്ലേറ്റ്, കുറേ ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ തിന്ന് നോക്കാം. പക്ഷെ ഇത് ഭയങ്കര കട്ടിയാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചോണ്ടാണ് ഭയങ്കര ഇതായി തോന്നണേ. നമ്മളിത് പുറത്ത് നോക്കണമെങ്കിൽ നല്ല ക്രീമായിട്ട് കിട്ടിയാണേ. നമുക്ക് തിന്ന് നോക്കാം. ഇത് സെറ്റ് സാമ്യാണ് ഉയരി കിണ്ണ സാധനം. മസ്റ്റ് ട്രൈ ഐറ്റം സെറ്റാണ്. സായോന്ന് കൊടുത്തു നോക്കാം. നമുക്ക് അവൻ്റെ റിവ്യൂ കൂടി കേൾക്കട്ടെ.
അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ വേഫർ. ഇത് കുഞ്ഞൻ നമുക്ക് പകുതി കണ്ടിട്ടുണ്ട്, നമുക്ക് ഇത് തിന്ന് നോക്കാം. ഫ്രിഡ്ജ് വെച്ചാണെന്ന് തോന്നുന്നു ഗൈസ്, ഭയങ്കര കട്ടിയുണ്ട്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല ഗൈസ്, പിന്നെ സെറ്റ് സാധനമാണ്. അപ്പൊ ഗൈസ് അടുത്ത് നമുക്ക് നമ്മുടെ അമ്മക്ക് കൊടുത്തു നോക്കാം. അമ്മക്ക് എന്ന് ഞാൻ പറയത്തില്ല ഗൈസ്, ഇവിടെ അടുത്തൊന്നും ഇപ്പോൾ ഉണ്ട്, ഇടക്കിടക്ക് എങ്ങനെ തോണ്ടണുണ്ട് താടാന്ന് ചോദിച്ചോണ്ട്, പക്ഷെ നമ്മൾ കൊടുക്കത്തില്ല ഗൈസ്, അത്രേ ഉള്ളൂ. നമുക്ക് 15 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പൊ 8 എണ്ണേ ഉള്ളൂ, 7 എണ്ണം കാണാനില്ല. പനിയാ, എന്നിട്ട് തണുപ്പുള്ള ഫ്രിഡ്ജിൽ വെച്ചിട്ട് സാധനം എടുത്ത് തിന്നുന്നു. പറ്റുക ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് ഇതാണ് സെറ്റ് സാധനമാണ് ഗൈസ്. എന്നാൽ പറ്റുമെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ സെറ്റ് നോക്കിക്കോ, രണ്ടായും ഗൈസ് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഇനി കുഞ്ഞൻ അപ്പൊ ഗൈസ് നമ്മുടെ ഈ വീഡിയോ ചെയ്യാൻ പോണേണ്. അപ്പോ നമ്മളൊരു കാര്യം പറയാൻ പോണേണ്, പ്രത്യേകിച്ച് നമ്മുടെ ചാച്ചന്റെ മാനേജറായ സാമിയണ്ണന് വളരെയധികം നന്ദി ഞാൻ പറയുന്നു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് ഹോപ്പ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂടെ കിടക്കണ ബെല്ലൈക്കൺ കൂടെ അടിച്ചു പൊട്ടിച്ചോ. Emotional, very emotional.